ചില ജില്ലകളിലെങ്കിലും ചില മേഖലകളിൽ എങ്കിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, എങ്ങനെ പ്രതിരോധം നടത്താമെന്ന് നോക്കാം. ന്യൂസ് ഡെസ്കിൽ നിന്ന് സ്മിത ഹരിദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്ത വ്യാപനമുണ്ട്. അതിങ്ങനെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താണ് മഞ്ഞപ്പിത്തം അഥവാ ജോണ്ടിസ് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനം. മഞ്ഞപ്പിത്തം എന്നത് യഥാർത്ഥത്തിൽ ഒരു രോഗമല്ല, രോഗലക്ഷണം മാത്രമാണ്. കണ്ണുകളിലും ശരീരത്തിലും മഞ്ഞ നിറം കാണുന്നതാണ് തുടക്കം. രക്തത്തിൽ ബിലിറൂബിന്റെ അളവ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. കരളിൽ ഉണ്ടാകുന്ന വീക്കം, അതാണ് ഹെപ്പറ്റൈറ്റിസിന് കാരണമാകുന്നത്. 4 തരത്തിലുണ്ട്, A, B, C, D. ഒപ്പം ഒരു 5ാമത് E എന്ന തരവുമുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് A ആണ്. മഞ്ഞപ്പിത്തം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ഭാഗത്തിലുള്ള വൈറസിനെയാണ് സാധാരണ. മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ആണ് ഹെപ്പറ്റൈറ്റിസ് A പകരുന്നത്. മലിനജലം ഉപയോഗിക്കുന്നത്, ശരിയായ പാകം ചെയ്യാത്ത ഭക്ഷണം കഴിക്കുന്നത് ഒക്കെ തന്നെ ഇത്തരം വൈറസ് ബാധയ്ക്ക് കാരണമാകുന്നു. വൃത്തിയല്ലാത്ത പരിസരം, ശുദ്ധമല്ലാത്ത കുടിവെള്ളം, ഇതെല്ലാം ഈ ബാധയിലേക്ക് കൂടുതൽ വൈറസ് വ്യാപനത്തിലേക്ക് നയിക്കുന്നുണ്ട്. വിശപ്പില്ലായ്മ, കണ്ണുകളിലെ മഞ്ഞനിറം, ക്ഷീണം, ശരീരവേദന, മൂത്രത്തിൻ്റെ നിറമാറ്റം, പെട്ടെന്ന് ശരീരഭാരം കുറയുക, ഇതെല്ലാം ലക്ഷണങ്ങളിൽ പെടുന്നു. വല്ലാത്ത ഛർദിയും ഉണ്ടാകും ചിലപ്പോഴൊക്കെ. വീട്ടിൽ ആർക്കെങ്കിലും വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്താൽ ഐസൊലേഷൻ്റെ ആവശ്യമില്ല. എന്നാൽ രോഗി ഉപയോഗിക്കുന്ന പാത്രങ്ങളും ടോയ്ലറ്റും എല്ലാം നന്നായി വൃത്തിയാക്കണം. രോഗി നന്നായി വിശ്രമിക്കണം. ഹെപ്പറ്റൈറ്റിസ് റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ ഉള്ളവർ പനിയോ ഛർദിയോ അമിതമായ ക്ഷീണമോ അങ്ങനെ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടാൽ ഉടൻ ഡോക്ടറുടെ നിർദ്ദേശം എടുക്കേണ്ടതാണ്. സ്വയം ചികിത്സ ഒരിക്കലും ചെയ്യരുത്. കരളിലെ അണുബാധയ്ക്ക് കാരണമാകുന്ന മറ്റൊരു വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് B. 2 തരമാണുള്ളത്, അക്യൂട്ടും ക്രോണിക്കും. അക്യൂട്ട് ആണെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് അത് നിയന്ത്രണത്തിലാകുന്നു. ക്രോണിക് ആണെങ്കിൽ കുറച്ച് ഗൗരവമേറിയതാണ്. കരളിനെ പതുക്കെ ബാധിച്ചേക്കാം. കരളിൻ്റെ പ്രവർത്തന തകരാറ്, സിറോസിസ് ഇവയ്ക്കൊക്കെ തന്നെ കാരണമായേക്കാം. വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് Bക്ക് പ്രതിരോധ വാക്സിൻ ലഭ്യമാണ്. പക്ഷെ ഒരിക്കൽ അത് വന്നുപോയാൽ അതിൻ്റെ വൈറസിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയാറുമില്ല. ഹെപ്പറ്റൈറ്റിസ് C ആണെങ്കിൽ ഈ വൈറസ് മൂലം കരളിനെ ബാധിക്കുന്ന സാംക്രമിക രോഗമെന്നാണ് പറയുക. രോഗിയുടെ രക്തത്തിലൂടെയാണ് ഈ രോഗം പകരുക. കരളിൻ്റെ തകരാറ്, കരളിൻ്റെ പ്രവർത്തന പരാജയം എന്നിവയ്ക്കൊക്കെ തന്നെ കാരണമായേക്കാം. ഇന്ത്യയിൽ ഹെപ്പറ്റൈറ്റിസ് C ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. കുത്തിവയ്പ്, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അണുവിമുക്തമാക്കാത്ത മെഡിക്കൽ ഉപകരണങ്ങൾ, ഇങ്ങനെ രക്തസമ്പർക്കത്തിലൂടെയാണ് ഇവ പ്രധാനമായും പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് C വൈറസ് ബാധയുള്ളവരുമായി സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം പുലർത്തിയാലും വൈറസ് പകരാം. വൈറസ് ബാധയുള്ള ഗർഭിണിയായ അമ്മയിൽ നിന്ന് കുഞ്ഞിന് പകർന്നേക്കാം. ഹെപ്പറ്റൈറ്റിസ് D വളരെ വിരളമായാണ് കാണുന്നത്. ഈ പോലെ തന്നെ ഗൗരവം ഏറിയതാണ്. ബംഗ്ലാദേശിലും ചൈനയിലുമാണ് ഹെപ്പറ്റൈറ്റിസ് E കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗർഭിണികളിൽ ഈ വൈറസ് ബാധയുണ്ടായാൽ ജാഗ്രത പാലിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, കിണറ്റിലെ ജലം മലിനമാകാതെ സൂക്ഷിക്കുക, ഇടയ്ക്കിടെ കിണർ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക, കുടിവെള്ള പമ്പിംഗ് സ്റ്റേഷനുകളിൽ ക്ലോറിനേഷനും ശുദ്ധീകരണ പ്രവർത്തനങ്ങളും ഉറപ്പുവരുത്തുക, പൊതു ഇടങ്ങളിൽ ഉണ്ടാകുന്ന ആഘോഷങ്ങൾ ഇവയൊക്കെ തന്നെ നടക്കുന്ന ചില സമയങ്ങളിൽ നമ്മൾ പൊതുസ്ഥലത്ത് നിന്ന് വാങ്ങിക്കഴിക്കുന്ന ശീതള പാനീയങ്ങൾ, അവയിൽ ഉപയോഗിക്കുന്ന ഐസും വെള്ളവും ശുദ്ധീകരിച്ചതാണെന്ന് ഉറപ്പാക്കണം. ആഹാരം കഴിക്കുന്നതിന് മുൻപും കഴിച്ചതിനു ശേഷവും കൈകൾ നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക. വീടിൻ്റെ പരിസരത്ത് ചപ്പുചവറുകൾ കുന്നുകൂടാതെ ശ്രദ്ധിക്കുക. പൊതു ടാപ്പുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ആഹാര സാധനങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കുക. പഴകിയതും മലിനമായതുമായ ആഹാരം കഴിക്കാതിരിക്കുക. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നല്ലവണ്ണം കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്: വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടൻ ഡോക്ടറെ കാണുക. സ്വയം ചികിത്സ ഒരിക്കലും ചെയ്യരുത്. അത് കാര്യങ്ങൾ ഗുരുതരമാക്കും. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഷമി സുലൈമാൻ പറയുന്നുണ്ട്. സ്മിതയുടെ മഞ്ഞപ്പിത്തത്തെക്കുറിച്ചുള്ള വിശദീകരണം ഒരു ഡോക്ടർ വന്ന് വിശദീകരിക്കുന്നത് പോലുള്ള പ്രതീതി എന്നാണ് ഷമി സുലൈമാൻ ഇപ്പോൾ പറയുന്നത്. രേണുകന്റെ ഒരു ചോദ്യം: ആരോഗ്യ മേഖലയിൽ മുൻപന്തിയിലെത്തിയ കേരളത്തിൽ എന്തുകൊണ്ട് അടിക്കടി ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.